നമ്മളിപ്പോൾ ഫുജേറ ഫിഷ് മാർക്കറ്റിലാണ് ഉള്ളത്. ഫിഷ് ബക്കറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ പരിപാടിയിലാണ്. നമ്മൾ വന്നത് കുറച്ച് ലേറ്റായി. ഫിഷ് മാർക്കറ്റ് അടയ്ക്കുകയാണ്. അതിലുള്ള ഫ്രഷ് ആയില്ല, പുതിയ ആയില്ല. ഫിഷ് ബക്കറ്റിലുള്ള കണവ. ഫിഷ് മാർക്കറ്റിൽ നമുക്ക് 2 സാധനം കിട്ടിയുള്ളൂ. കാര്യം ഫിഷ് മാർക്കറ്റ് അടയ്ക്കാറായി. അപ്പൊ നമ്മൾ നേരെ ലുലുവിലോട്ട് പോയിട്ട് ഇച്ചിരി ഞണ്ട് കിട്ടും നോക്കാൻ വേണ്ടി. ഞണ്ടും കല്ലുമ്മക്കായ ഇവിടെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ കൂടെ കഴിക്കും. ബറോട്ട ആക്കിയാലോ അതോ കപ്പ വേണോ? കപ്പ ഗ്യാസാണ്. ബറോട്ട അപ്പോ ജോസ് ബറോട്ട നല്ലൊരു ആശയമാണ്. നമ്മൾ ഓൾറെഡി കൊഞ്ചും കണവയും മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് നമ്മൾ ഞണ്ട് കാണാം. പിന്നെ കല്ലുമ്മക്കായാണ്, സീ ഫുഡ് മിക്സ്. കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷാണ്, ഡോട്ട് ഫ്രഷാണ്. ഏതാ അത്? സ്കിട്ട് സ്കിട്ട് ഇതാ. ഇത് ഞണ്ടില്ലേ? ഞണ്ട് 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 അത് പിന്നെ സഹിന്റെ സ്പീഡ് ഉണ്ടോ? ഇത്രയും കുറിച്ച് പറയല്ലോ. ഞണ്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യുവാണ്. ഞണ്ട് വരെ ഉരുക്കിയിടുവാണ്. ഷെഫ് സാഹിന്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ഇതിന്റെ പേര് ഫിഷ് ബക്കറ്റ്. ബക്കറ്റിലെ ചരുവത്തിലാണ് വെക്കുന്നത്. ബക്കറ്റ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഏതാ? കല്ലുമ്മക്കായാണ്. ഇത് കല്ലുമ്മക്കായ. നമുക്കെന്നാ ഒരു ഒറ്റ വേഗം കാര്യമാണ്. കൊഞ്ചും ഞണ്ട് നമുക്ക് പുറത്തായിട്ട് ഉപയോഗിക്കാം. കല്ലുമ്മക്കായ എല്ലാം കൂടെ ഇരിക്കല്ലേ? കൊഞ്ചിരിക്കാൻ തരുമ്പോൾ കഴിഞ്ഞല്ലേ? റാവും കൊഞ്ചും കൂടെ സെറ്റാക്കി പറയും. കൊഞ്ചുണ്ട്, കണവയുണ്ട്. സാബർ തണ്ണിമത്ത ജ്യൂസ് അടിക്കുകയാണ്. അടുത്ത് കമത്തി. ഷെഫ് സൈഡിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചട്ടിയിൽ നടുവിട്ട് പൊട്ടിക്കുകയാണ്. കല്ലുമ്മക്കായാണ് വരുന്നത്. നമ്മൾ ചോളം ഇതിനകത്ത് ചെയ്തത്. ചോളം വെന്ത് കണ്ടുവരുന്നുണ്ട്. കരിയപ്പില കറിവേപ്പിലേക്ക് ഇട്ട് ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി വെളുത്തുള്ളി അരച്ചിനകത്ത് കൂടി. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി. കല്ലുമ്മക്കായ വെന്ത കല്ലുമ്മക്കായ കാണാം. നമ്മളത് എടുത്തിട്ട് നമ്മൾ ഷെഫ് സഹിലിന്റെ ഫിഷ് നിർവ്വാണയ്ക്ക് ശേഷം ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടർ നമ്മളിതൊക്കെ ഒരു മിക്സപ്പ് രൂപമാണ്. നാടക്കറിയാൻ പറയുന്നത്. അത് എന്തിനുണ്ടാക്കിയാലും നമ്മൾ കഴിക്കും. കാരണം ഇത് കഴിക്കാൻ മനസ്സ് നിറയുന്നവരുണ്ടെങ്കിൽ ഏതൊരു ഡിഷും വിജയിക്കും. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷെഫ്. സാബറിന് ഒരു പണികളുണ്ട്. അപ്പോൾ പൈസ വഴി നമ്മൾ കുക്കറിലൊക്കെ വേവിച്ചിട്ടുണ്ട്. ഷെഫ് പൈസയുടെ നിർദ്ദേശപ്രകാരമുള്ള സീ ഫുഡ് റെസിപ്പിയാണ് ഉള്ളത്. പുള്ളി പറഞ്ഞ അനുസരിച്ച് നമ്മളിപ്പോൾ ഉള്ളിയും തക്കാളിയിലുമായിട്ട് വാങ്ങിച്ചാണ്. പിന്നെ നമ്മൾ ഞണ്ടും ചെമ്മീനും കൂന്തളും കണവയും പിന്നെ നമ്മുടെ കല്ലുമ്മക്കായ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഫിഷ് ബക്കറ്റ് ഉണ്ടാക്കും. ഫിഷ് ബക്കറ്റ് ഉണ്ടാക്കാം. അപ്പം
ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേട്ടാ. ഓക്കെ ശരി ഓക്കെ ഏട്ടാ. ഷെഫിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത സാധനം കയറ്റുന്നതാണ്. ഓരോന്നോരോന്ന് വൺ ബൈ വൺ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. തണ്ണി വല്ല ജ്യൂസ് കുടിക്കുന്ന ഒന്നുവരാ ശകലം മഞ്ഞ മഞ്ഞപ്പൊടി ഒന്ന് പച്ച മണം മാറി വരുമ്പോൾ നമ്മളത് ചെയ്യുന്നത് ഷെഫിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു കരണ്ടി 1.5 കരണ്ടി മല്ലിപ്പൊടി ഇട്ട് നമ്മൾ അത് ഒന്ന് പച്ച മണം മാറുന്നത് വരെ നമുക്ക് കൊടുത്ത് മുളക് മസാല ഇറച്ചി മസാല ഒരു ശകലം നമ്മൾ ഇറച്ചി മസാല ചേർത്ത് കൊടുത്തിട്ട് അതും ഇളക്കി അതിൻ്റെ കൂടെ ഒന്ന് പൊലിച്ച് തിക്ക് ഗ്രേവി ആക്കി അതിനെ വെച്ച് കൂടെ ബട്ടർ ഇട്ട് കൊടുക്കാം. ശകലം ബട്ടർ ഇട്ട് കൊടുത്താൽ അത് ഇളക്കി ബട്ടർ കൂടെ അതിനകത്ത് തെറ്റായി വെന്ത് നല്ല നല്ല ചുമല കളർ. മസാല ഒന്ന് മിക്സിയിൽ അടിക്കാൻ പോകുന്നു. വാട്ടർ ഫ്ലോ കൊണ്ടുവന്ന മുളകുപൊടി എന്ത് ചെയ്യും? ഉടായ്പ കാശ്മീരി പൗഡറാണ്.
അങ്ങനെ ഞണ്ട്, കൊഞ്ച്, കണവ, കല്ലുമ്മക്കായ, ചോളം. ചോളം. ചാളയാണ്. ഇത്ര കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അടുത്തടുത്താ പോരെ.